എല്ലാവരും കിടന്നുറങ്ങും പോലെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂലല്ലോ. ഇതുപോലെ എന്തെങ്കിലും കണ്ടെങ്കിലല്ലേ സാക്ഷിക്ക് പണിയുണ്ടാവൂ. നീ എന്ത് കണ്ടെന്താ? തൃപ്പൂണിത്തറുള്ള ഔട്ട്ലെറ്റ് ഹംഗ്രി മൃണാലിന്റെ ഔട്ട്ലെറ്റ് ഒരു വ്യക്തി ഫുഡ് കഴിച്ചിട്ട് അതിനകത്ത് പുഴു. ഇത് തീർന്നില്ലേ? തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു. ഇത് വൈറ്റമിൻ എ മുതൽ ഇസെറ്റ് വരെ ഉണ്ട്. കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. എന്താണോ ഇത്? മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ ഇത് എന്താണെന്ന് എന്താ പറഞ്ഞേ? പുഴു. അതും കൂടിയേ പറയാത്തുള്ളേ, ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതാ ചോദിച്ചത്. ഓക്കെ, പുഴു തന്നെയാണ്. ആദ്യമായിട്ട് അമ്മൂമ്മനെ തല്ലിക്കൊല്ലം ഇവിടെ അച്ഛനുണ്ടാക്കിയത്. അതുകൊണ്ടല്ലേ ഇവളുണ്ടായത്. പട്ടി തെറ്റി ചെറ്റ. പുഴു സത്യമായിട്ട് എനിക്കറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മൃണാൽ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഹൈജീൻ. എന്തിനു പതുക്കെയാക്കണം? 4 പേര് അറിയട്ടോ? സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. ഇതൊരു സംഘടിത നീക്കമാണെന്ന് എനിക്ക് സംശയം. അവിടുന്ന് കിഴിപ്പൊറാട്ട ഓർഡർ ചെയ്തിട്ട് വാഴേന്റെ എല്ലാം തുറന്ന സമയത്ത് അതിനകത്ത് പുഴുവോടെ. ഈ ഫയൽ നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. അപ്പൊ ഇത് സംഭവിക്കുന്നത് മെയ്യിലാണ്. ബട്ട് അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും നാടായ നാടൊക്കെ കയറി ഇറങ്ങിയ എല്ലാ ഹോട്ടലിന്റെയും വൃത്തിയെ കുറിച്ച് സംസാരിക്കുന്ന മൃണാൽ സ്വന്തം ഹോട്ടലില് എന്തുവാടെ പുഴുവാ. നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പൊ അത് പറയുന്നത് പഴയതല്ലേ, കുറച്ച് മുന്നേ. ബട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മൃണാലിന്റെ ഭാഗത്തുനിന്ന് എത്രയോ ഹോട്ടലുകൾ കൺസൾട്ട് ചെയ്യുന്ന അതാണല്ലോ മൃണാൽ, കൺസൾട്ടന്റ് ആണല്ലോ മൃണാൽ. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. ഹൈജീനെ കുറിച്ച് പറയുന്ന, ഹോട്ടലിലെ വൃത്തിയെ കുറിച്ച് സംസാരിച്ച അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഹോട്ടലിൽ നിന്ന് ഇത് ഒരിക്കലും വരാൻ പാടില്ല. വെളിവുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും. അത് പുഴു തന്നെയാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആൻഡ് എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ, സത്യമായിട്ട് തന്നെ അന്വേഷിച്ചുള്ള വരവ് തന്നെയാ. വരവ് കണ്ടറിയാം. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? സ്ട്രോയ്ക്ക് 1 രൂപ അധികം വാങ്ങുന്നത് പോലെ വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ വില കുറച്ച് കൊടുക്കണ്ടേ? വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ ഞങ്ങളുടെ പണി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വില കൂടുതലാണ് ടെക്നിക്കലി തരേണ്ടത്. സ്ട്രോ എന്ന് പറയുന്നത് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനമാണ്. ഷുഗർ എന്ന് പറയുന്നത് അഗൈൻ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന സാധനം തന്നെയാണ്. എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. നീ ഈടായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ബില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ഇൻസ്ട്രക്ട് ചെയ്യണം. ആ ഇൻസ്ട്രക്ഷൻ ആ ബില്ലിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഒരാളുടെ ജോലി കൂടുകയാണ്, സമയം കൂടുകയാണ്. ഇതാ പറഞ്ഞത് അച്ചായ മണ്ടനാണെന്ന്. ഇയാളുടെ ഈ ആറ്റിറ്റ്യൂഡും ഇയാളുടെ സംസാരവുമാണ് ഈ കോൺസെപ്റ്റിന് ഏറ്റവും വലിയ ഉൾട്ടടിച്ച് നിൽക്കുന്നത്. അതന്നത്തെ ചോരത്തിളപ്പിന് എന്റെ മെന്റൽ കൺട്രോൾ കയ്യിൽ നിന്ന് പോയിട്ടാ. എനിക്ക് പാപ്പ് തരണം.